ഹായ് ഗൈസ്, വെൽക്കം ടു ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് അവൈറ്റിംഗ് മൂവി ദൃശ്യം 3യുടെ ഒരു ചെറിയ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എല്ലാമായ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞങ്ങളുടെ കമ്പനിയുടെ വക ഒരു ബർത്ത്ഡേ വിഷസ് ഞങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. പറ, ഒരു ബർത്ത്ഡേ വിഷസ് പറ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഫൈൻ. സോ എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ദൃശ്യം 3, ദൃശ്യം 1ഉം 2 എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഗംഭീരമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പടത്തിൽ നെഗറ്റീവായിട്ടൊന്നും പറയാനായിട്ടൊന്നും എനിക്ക് ഒരു പോയിന്റും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ള ഒരു വാലിഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ അഭിനയമാണ്. ആസ് യൂഷ്വൽ ലാലേട്ടന്റെ ഓരോ മൈക്രോ എക്സ്പ്രഷൻസും അടിപൊളിയായിരുന്നു. ഐ മൂവ്മെന്റ് ആണെങ്കിലും ശരി, ഓരോ ഹാൻഡ് ഫിംഗേഴ്സിലുള്ള അഭിനയമാണെങ്കിലും ശരി, അടിപൊളിയായിട്ടുള്ള അഭിനയമായിരുന്നു. അത് നമ്മൾ ഇതിന് മുമ്പേയൊക്കെ പോസ്റ്റൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, പല സിനിമകളുടെ റീൽസൊക്കെ വെച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള അതുപോലെ തന്നെയാണ്. എക്സാക്ട്ലി അതുപോലെ. രാവിലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു പടം. ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാനായിട്ട് സാധിച്ചു. നമ്മൾ സിനിപോളിസ് തിയേറ്റർ MOT എന്നാണ് കണ്ടത്. സോ ഓവറോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂവി ഫസ്റ്റും സെക്കൻഡും എങ്ങനെയായിരുന്നു, കുറേ ട്വിസ്റ്റുകൾ. ആദ്യം ഒരു ചെറിയ സ്ലോ പിച്ചിൽ പടം തുടങ്ങി പിന്നെ എൻഗേജിങ് ലെവലിലേക്ക് വരുന്നുണ്ട്. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് 2 സീരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർവെൽ ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു പഞ്ചിലാണ് ഇന്റർവെൽ ബ്ലോക്ക് കൊണ്ട് അവസാനിച്ചിരിക്കുന്നത്. സോ അത് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ ഒരു ഗൂസ് ബംപ്സ് മൊമെന്റ് ആയിരുന്നു. സോ ഓവറോൾ ഈ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അടുത്തതായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുതിയൊരു കരം വന്നിട്ടുണ്ട്. മിസ്റ്റർ ശ്രീകാന്ത്. പണ്ട് ഉഗാണ്ടയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ത്യയിൽ സെറ്റിൽഡ് ആണ്. ഇറക്കി വിട്ടു. പിന്നെ നൈജീരിയയിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. സോ ഇന്ന് ശ്രീകാന്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പടം കാണാനായിട്ട്. സോ ശ്രീകാന്ത് മലയാളികളൊന്നും വലിയ ഇഷ്ടമല്ല, എന്നാലും സോ ശ്രീകാന്തിന്റെ ഒരു ചെറിയ ഒരു റിവ്യൂ. ശ്രീകാന്ത് നിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോടാ. എന്റെ അഭിപ്രായത്തിൽ നല്ല മൂവിയാണ്. ഫസ്റ്റും സെക്കൻഡിനെ പോലെ തന്നെ ഈ സിനിമ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അത് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോൾ നാളെ സമയത്തും ഈ മൂവിയുടെ കണ്ടിന്യൂഷൻ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണം. ഒരു മാർവൽ രീതിയിൽ, മാർവൽ മൂവീസിനെ പോലെ തന്നെ ലാലേട്ടൻ കഴിയുന്നത്രയും സമയങ്ങളിൽ അഭിനയിക്കുന്നിടത്തോളം ആ ദൃശ്യത്തിന്റെ കഴിയുന്നത്ര സമയമല്ല, മാക്സിമം അഭിനയിക്കണം. കട്ടിൽ കിടന്നുകൊണ്ട് ഒരിക്കലും ഒരു ഇതിന് ആരെയും രക്ഷിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. പുള്ളിയുടെ ഇതിൽ നല്ല സത്യം ഈ മൂവി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഇനിയിപ്പം മറ്റുള്ളവരെ ചോദിച്ചു പറയാം. ഹലോ ലാലേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളും പറഞ്ഞു സിനിമ ഒരു രക്ഷയില്ല. നമ്മള് നമ്മൾ അറിയാം എന്റെ പൊന്നെ, ഇവന്റെ വായിന്ന് സിനിമ ഒരു രക്ഷയില്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിക്കോ, പടം നൈസ് പടമായിരിക്കും. ഏത് പടം കണ്ടാലും അതിനെ കുറിച്ച് 1000 കുറ്റം പറയണവനാണ് ജീതു ജോസഫിന്റെ ഒരു കഴിവ്. അദ്ദേഹത്തിന്റെ സിനിമ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എടുക്കുന്ന ഏത് സിനിമയും നമുക്കറിയാം. ദൃശ്യം ഫസ്റ്റും സെക്കൻഡും എങ്ങനെയാണോ അതിൽ നിന്ന് മികച്ചത് തന്നെയാണ് ഇത്. നമ്മള് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ, കാരണം ഓരോ ഇതിലും സസ്പെൻസ് പോലുള്ള ഓരോ കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. സോ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്കൊരു ആകാംക്ഷ തരുന്നതാണ്. കാരണം വില്ലന്മാർ എന്താണ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ ഇതിൽ നമുക്ക് കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മോഹൻലാൽ ഇതിന് എതിരായിട്ട് എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ആകാംക്ഷയാണ് നമ്മൾ ലാസ്റ്റ് എൻഡ് വരെയും പിടിച്ചിരുത്തുന്ന ആ ഒരു ഇത്. അതിൽ ഓരോന്നിലും ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ജീതു ജോസഫിന്റെ ഇന്റർവ്യൂവിൽ പറയും പോലെ എന്താ പറയുക, നിങ്ങളിത് നോർമൽ ഫിലിമായി കാണണം, സസ്പെൻസ് ഒന്നുമില്ല, അതെല്ലാം ചുമ്മയാണ്. നിങ്ങൾ പോയി കാണുക, മസ്റ്റായി കാണുക. ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റും ഒരു രക്ഷയില്ലാത്ത സ്റ്റോറിയുമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവൻ പറഞ്ഞ പോലെ എല്ലാ സിനിമയും ഞാൻ ഇഷ്ടപ്പെടുന്നത് പാട്രിയോട്ട്, നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഇത് തന്നെ പാട്രിയോട്ട്. അങ്ങനെ ഏറ്റവും കൂതറ ഫിലിം എന്ന് പറഞ്ഞത് ഞാനും നമ്മുടെ വിട്ടും തന്നെയാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. 5 മിനിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, 5 മിനിറ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞു. അല്ല, പിന്നെ അതിൽ വന്ന കമന്റ് മാത്രം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു വള്ളത്തിൽ ഉറപ്പിച്ച് നിലയിടേതായിരുന്നു. അതുകൊണ്ട് എന്റെ അഭിപ്രായം മസ്റ്റ് വാച്ച് ആയിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് കാണേണ്ട ഒരു ഫിലിം തന്നെയാണ്. നമുക്ക് വിട്ടുവിന്റെ അഭിപ്രായം ദൃശ്യം 3 രാവിലെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. വിചാരിച്ചില്ല, സത്യമായിട്ടും എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇതിന്റെ ട്രെയിലർ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം.
അതിനകത്ത് ഇവൻ ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു എന്നെ ഇന്ന് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പടം കൂടെയായിരുന്നെങ്കിൽ ആ പോർഷൻ എടുത്ത് പറഞ്ഞു കൊല്ലുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ജീത്തു അണ്ണ എന്നെ രക്ഷിച്ചു. ഒന്നും തോന്നിയില്ല ട്രെയിലർ കണ്ടിട്ട്. സത്യം ഒരിക്കലും അവർക്ക് സസ്പെൻസ് കാണിക്കാൻ പറ്റില്ല. സസ്പെൻസ് അല്ല, ഒന്നുമില്ല. ഒരു എനിക്ക് കണ്ടിട്ട് സീരിയല് അല്ല ആക്ച്വലി വേറെ കാര്യം വിട്ടു. ഇന്നലെ രാത്രിയുള്ള വാട്സ്ആപ്പ് മെസ്സേജ് പോലെ എങ്ങനെയായിരുന്നു, എല്ലാവരും നേരത്തെ കിടന്നു തുടങ്ങണം, ഏർലി മോർണിംഗ് സിനിമയ്ക്ക് പോകാൻ, പോയിട്ട് തിയേറ്ററിൽ നിന്ന് വസന്തിനെ എടുത്തിട്ട് ഇടിക്കാനുള്ളതാണ് ഇതായിരുന്നു മെസ്സേജ്. ആ ഒരു രീതി നോക്കുമ്പോ പടം നമ്മളിപ്പോ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കണ്ണം പറഞ്ഞ പോലെ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞല്ലോ പടത്തിൽ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കല്ലോ. ഒന്നും പ്രതീക്ഷിക്കണ്ട, പ്രതീക്ഷിക്കാതെ തന്നെ പോകും. അപ്പൊ പടം വേറൊരു രീതിയിൽ നമുക്ക് കാണാം, എൻജോയ് ചെയ്ത് വരാം. മെയിൻ ആയിട്ട് പ്ലോട്ട് ട്വിസ്റ്റുകൾ ഉണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും പറഞ്ഞു തരാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. അത് കാണുമ്പോൾ തന്നെ അതിന്റെ അഭിപ്രായം മനസ്സിലാവത്തുള്ളൂ, അതിന്റെ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ള. പിന്നെ എല്ലാവരെയും അഭിനയം അടിപൊളിയാണ്. എടുത്തു പറയേണ്ടത്, എനിക്കിപ്പോ മോഹൻലാലിനെ എല്ലാവരും പറയും നല്ല അഭിനയമാണ്, അടിപൊളിയാണ്. ഇതിനകത്ത് മീന അഭിനയം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മീന ഈ 13 വർഷം ഇറങ്ങിയ പടത്തിൽ മീന എങ്ങനെയാണോ അഭിനയിച്ചത് അതേ ക്യാരക്ടർ അവർ അതേ കണക്ക് ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി ഒരു ഭാര്യ എങ്ങനെയാണോ പെരുമാറുന്നത്, അവരുടെ മക്കളിലുള്ള ടെൻഷൻ, ഇവർക്ക് ലോകകാര്യങ്ങൾ അറിഞ്ഞൂടെങ്കിൽ പോലും അവരതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഓരോന്നും ടെൻഷൻ അടിക്കുന്നതൊക്കെ കാണുമ്പോഴേ നമുക്കത് അഭിനയിക്കുകയാണെന്ന് തോന്നൂല. ഭയങ്കര റിയാലിറ്റി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് മീന. പിന്നെ മോഹൻലാൽ പറഞ്ഞ പോലെ ഈ രണ്ടാമത്തെ മോൾക്ക് ഇച്ചിരി കുസൃതി കൂടുതലാണ്. സെയിം അത് തന്നെയാണ്, സിനിമയ്ക്കകത്തും കുസൃതി കൂടുതലാണ്. ആ രീതിയിലാണ് കൊച്ചിനെ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇച്ചിരി ബോൾഡ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മോളെ. മൂത്ത മോൾ അറിയാമല്ലോ, ആ ട്രോമ എഫക്റ്റിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് നടന്മാരുണ്ട്, അതൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളും. നിങ്ങൾ ഇന്റർവെൽ ബ്ലോക്ക് മസ്റ്റ് വാച്ച്. അതിന് ശേഷമാണ് പടം മാറുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സിനിമയുടെ ആ എന്താണ് സിനിമയിലോട്ട് ആ പ്ലോട്ടിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് തന്നെയാണ് സിനിമ. വലിയ ഭയങ്കര പടമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. തീർച്ചയായിട്ടും ദൃശ്യം 1ഉം 2ഉം കണ്ട ആൾക്ക് ദൃശ്യം 3 ഞാൻ പറഞ്ഞു, അന്നേ ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞാണ്, ഒരു പുതുമയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. പക്ഷെ പടം നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ബോർ അടിക്കാത്ത രീതിയിൽ. അതിന് മോഹൻലാലിന് കൈയടി വേണം, മീനയ്ക്ക് കൈയടി വേണം. ഇവർ രണ്ടുപേരെ അഭിനയം ഭയങ്കര രസമായിട്ട്. ജിത്തു ജോസഫ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റോറിയും ഇത് ഡയറക്ഷനുമാണ്. ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ഹാഫ് വരെ ഈ പറഞ്ഞ അതിനുശേഷം കഥ മാറുന്നു എന്ന് വിട്ടു പറഞ്ഞ്. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വില്ലന്മാർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ നമ്മളെ മുൾമുന്നിൽ കൊണ്ടെത്തി ലാസ്റ്റ് എൻഡ് വരെയും ക്ലൈമാക്സ് വരെ കൊണ്ടെത്തിക്കുന്നത് ഇതിന് എതിരായിട്ട് മോഹൻലാൽ എന്തൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ 4ാം പാർട്ട് എന്തായാലും ഉണ്ടാകും. അതിന്റെ ഒരു ടെയിൽ എൻഡ് എന്ന് പറയുന്നത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും കണ്ട ദൃശ്യത്തിൽ ഒരു മോഹൻലാൽ ഉണ്ട്. ആ മോഹൻലാൽ അല്ല ഇതിൽ. അതായിരിക്കും നിങ്ങൾക്ക് മോഹൻലാലിന്റെ ക്യാരക്ടറിൽ മാറുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം, അതൊരിക്കലും നമുക്ക് ചിലവർക്ക് അത് കിട്ടത്തുള്ളൂ ആ പോർഷൻ. എനിക്കത് പെട്ടെന്ന് പിടികിട്ടി. കാരണം ഫസ്റ്റിലും സെക്കൻഡിലും മോഹൻലാൽ എന്ത് സാധുവായിരുന്നു എന്നുള്ളതും തേർഡിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ ചേഞ്ച് എന്താണെന്നുള്ളതും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ശരിക്കും കയ്യടി, ആ സീനിനൊക്കെ തിയേറ്ററിൽ കയ്യടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യടി. അതിലൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ന് പോയി കണ്ട തിയേറ്ററിൽ ഫുള്ളി പാക്ഡ് വിത്ത് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു ഇന്ന്. സോ അതിൽ എല്ലാവരും നമ്മൾ ഫാൻ ഷോ ഒക്കെ കാണാൻ പോയി മോഹൻലാലിനെ കാണിക്കുമ്പോൾ കൈയടിക്കും, പേരെഴുതി കാണിക്കുമ്പോൾ കൈയടിക്കും, ഡയറക്ടറുടെ പേരെഴുതി കാണിക്കുമ്പോൾ കൈയടിക്കും. ഇങ്ങനത്തെ കൈയടികളും ബഹളങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആ ഇന്റർവെൽ പഞ്ച് വന്നപ്പോൾ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഇന്റർവെൽ എന്താ ഫോൺ തറയിൽ പോയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ ആ ഇന്റർവെൽ പഞ്ച് വന്നപ്പം ചെറിയൊരു കൈയടി കിട്ടിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ മോഹൻലാലിന്റെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. ആ സമയമായപ്പോ ഇവരെല്ലാം മറ്റേ ഈ വീർപ്പ് മുട്ടി ഇങ്ങനെ ഇരുന്നതൊക്കെ ആ ഒരു സമയമായപ്പോ ഉണ്ടല്ലോ, എന്റെ പൊന്നെ കൈയടിയും പേപ്പർ എറിയുടെ ബഹളമായിരുന്നു. അത് അത്രയും നേരം കടിച്ചു പിടിച്ചിരുന്ന ആൾക്കാർക്ക് ആ സമയം അങ്ങ് പൊട്ടിത്തെറിച്ച് കൈയടിയും ബഹളമായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ, ട്രാൻസ്ഫോർമേഷൻ സീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വലിയ സംഭവം വിചാരിച്ചോളല്ലേ എന്റെ പൊന്നോ. അത് ആ പടം കണ്ടിരിക്കുമ്പോഴേ ആ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളേ. അങ്ങനെയൊന്നും വിചാരിച്ചോളല്ലേ. അത് ആദ്യമേ ഞാൻ പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു മൂവിയിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ പഠികവും തുടരും ഒക്കെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് വന്നു കളയരുത്. അതൊക്കെ വേറെ ജേണറിലുള്ള മൂവീസ് ആണ്, ഇത് വേറെ ജേണറിലുള്ള മൂവീസ് ആണ്. ഓൾ ടുഗദർ പടം അടിപൊളി. എല്ലാരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. തീർച്ചയായിട്ടും അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. കാരണം ജിത്തു ഡയറക്ടർ ഇത്രയും നല്ലൊരു ഫിലിം എടുക്കുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ തിയേറ്റർ വാല്യൂ തന്നെയാണ്.
ശ്രീകാന്ത് Must watch. എങ്ങനെ മസ്റ്റ് വാച്ച് അല്ലേ? പിന്നെ തീർച്ചയായും നമ്മുടെ വേറെ സമയം മാത്രമല്ല നമ്മുടെ മനസ്സും നല്ല ഫ്രഷ് ആവും. സത്യം ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നല്ല അതൊരു നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് പടം കാണാം. ഫാമിലി ആയിട്ട് തന്നെ പോവാ, ഫാമിലി ആയിട്ട് തന്നെ പോവാ. കാരണം ഫാമിലി സീൻസ് ഇതിനകത്ത് ഇച്ചിരി എക്സ്ട്രാ കൊടുക്കും. നല്ല രീതിയിൽ സെന്റിമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ വസന്ത എങ്ങനെ? അപ്പൊ അടിപൊളി, thumbs up. അത്രേ ഉള്ളൂ, thumbs up. ഓക്കെ ഫൈൻ, താങ്ക് യു ഗൈസ്, താങ്ക് യു. ലൈക്ക് സബ്സ്ക്രൈബർ മറക്കരുതേ കേട്ടല്ലോ. സബ്സ്ക്രൈബ് ഷെയർ ബെല്ലും കൂടി ഇട്ടോ. ശരി, അവന്റെ തലയിൽ ഒരെണ്ണം ബില്ലും കൂടെ ഇട്ടോ. ഇവന്റെ തന്നെ കിട്ടണം.